ഹായ്, ദിസ് ഈസ് സിൻട്രല്ല. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അന്ന മാം ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ ഫാക്കൽറ്റിയാണ്. ഹായ് മാം. ഹായ് മാം, എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം? എനിക്ക് പണ്ട് മുതലേ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിനോടൊരു താല്പര്യമുണ്ട്. പക്ഷേ ഈ ഒരു നഴ്സിംഗ് ഫീൽഡ് ഒക്കെ കോമൺ ആണല്ലോ. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കേട്ടത്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നോർമലി ഞാൻ അതിനകത്തേക്ക് അട്രാക്റ്റഡ് ആയി. അങ്ങനെയാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു കരിയർ ചൂസ് ചെയ്തത്. മാം, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഹോസ്പിറ്റലിന് ഒരു പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഡോക്ടേഴ്സ്, പേഷ്യൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ആയിരിക്കും. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്ന ഒരു വിങ് ഉണ്ട്. അവരാണ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കൂടി വരും. നോർമലി പറഞ്ഞാൽ ആ ഒരു ബിസിനസ്സിനെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ബെറ്റർ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായിരിക്കും ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. നോർമലി നമ്മുടെ ഹോസ്പിറ്റൽ ഒരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴായിരിക്കും ഇവർക്ക് കൂടുതൽ റോള് വരുന്നത്. നാം പറഞ്ഞല്ലോ ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര തരത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം? നോർമലി നമുക്ക് ഹോസ്പിറ്റലിൽ 3 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞവരുടെ ജോബ് റോൾ വരുന്നത് രണ്ടാമത്തേലാണ്. ഏതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വരുമ്പോഴാണ് ഈ ഒരു ഡോക്ടേഴ്സ്, നഴ്സസിൻ്റെയൊക്കെ റോള് വരുന്നത്. അവിടെ കൂടുതലും പേഷ്യൻ്റ് കെയർ ആണ് കൊടുക്കുന്നത്. അതായത് പേഷ്യൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അവർക്ക് ആ കൊടുക്കുന്ന കെയർ ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരും. ലൈക്ക് മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ കുറച്ചധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് വരും. ഇവരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മളുടെ ഹോസ്പിറ്റലിനെ ആസ് എ ബിസിനസ് അതിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു മെഡിക്കലായിട്ട് ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി പേഷ്യൻ്റ് കെയർ തന്നെയാണ്. ആ ഒരു ക്വാളിറ്റി പേഷ്യൻ്റ് കെയറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് നമ്മളുടെ ഹോസ്പിറ്റലിൽ പ്രിമൈസസ് നീറ്റാക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ ഒരു ഇൻഫെക്ഷൻ കൺട്രോളിന് ഇവർ ഒരു ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ മെയിനായിട്ടും ഹോസ്പിറ്റലിൽ ഇതിൻ്റെ ഒരു ഡിവിഷൻ വരുന്നത്. ഞാൻ പഠിക്കുന്ന ടൈമിലൊന്നും ഈ കോഴ്സ് ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ഇത്രയും ഒരു ബൂം ഉണ്ടായേക്കുന്നത്. സോ അതെന്തുകൊണ്ടാണ്? ഓക്കെ, നേരത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ BH, അതായത് ഇതിൻ്റെ ബാച്ചിലേഴ്സ്, പിന്നെ MHA മാസ്റ്റേഴ്സ്, ഈ 2 കോഴ്സസാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. അത് തന്നെ ഒരു 20 പേരുടെയൊക്കെ സീറ്റാണ് മിക്ക കോളേജസിലും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു നമ്മുടെ പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ, കോവിഡ് ടൈമൊക്കെ വന്നപ്പോൾ അവർക്ക് ഉള്ള ഈ ഒരു സ്റ്റാഫ് മാത്രം പോരാതെ വന്നു. കാരണം വലിയ ഹോസ്പിറ്റൽ ഒഴിച്ച് ഒരു ചെറിയ ലെവലിലേക്കുള്ള ഹോസ്പിറ്റൽസിലൊക്കെ അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബിസിനസ് ലെവലിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തിരുന്നത് അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫ് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കോവിഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ അവർക്ക് അവരുടെ കോർ ആക്ടിവിറ്റീസിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവർക്ക് അവിടെ പെൻഡിങ് ആയി വന്നു. അങ്ങനെയാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഇത്ര ഒരു സ്വീകാര്യത ഉണ്ടായത് പെട്ടെന്ന് തന്നെ. ലാക്ക് ഓഫ് ലേബർ തന്നെയാണ് അതിനൊരു കാരണം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മെഡിക്കൽ സ്റ്റാഫ് എത്രമാത്രം ഒരു ഹോസ്പിറ്റലിന് ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാത്രം തന്നെ ഈ ഒരു നോൺ മെഡിക്കൽ സ്റ്റാഫും ഹോസ്പിറ്റലിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അവിടെ ഒരു മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ ഒരു നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രോപ്പറായിട്ട് അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സപ്ലൈ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കെയറിനെ തന്നെ നമുക്ക് ബാധിച്ചു എന്ന് വരാം. ഇപ്പോൾ പ്രോപ്പറായിട്ട് അവിടെ സിറഞ്ചസ് എത്തുന്നില്ല അല്ലെങ്കിൽ മെഡിസിൻ എത്തുന്നില്ല എന്നുള്ള കേസസ് വരുമ്പോൾ. അപ്പം അങ്ങനെയുള്ള ക്രൈസിസ് വന്നപ്പോഴാണ് ഈ ഒരു കോഴ്സസിനൊക്കെ ഇത്രയും ഒരു പോപ്പുലാരിറ്റി ഉണ്ടായത്. മാം, അതുപോലെ നമ്മുടെ എൻക്വയറിക്ക് ബോയ്സ് വരുമ്പോൾ പൊതുവെ ചോദിക്കാറുണ്ട്, ഗേൾസ് ആണോ കൂടുതലും ഈ ഒരു കോഴ്സ് പ്രിഫർ ചെയ്യുന്നത്? ഞങ്ങൾക്കും കൂടി ഇത് പറ്റുമോ? കാരണം നമുക്കറിയാം ഫ്രണ്ട് ഓഫീസ് മെയിൻ ഘടകമാണ്. സോ മിക്കവർക്കും ഒരു PRO ലെവൽ ഓഫ് ജോബാണ് ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെയുണ്ടോ പെൺകുട്ടികൾക്ക് മാത്രം, ആൺകുട്ടികൾക്ക് മാത്രം എന്ന്? എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളൊരു കോഴ്സാണെന്ന്. ഒരിക്കലും അല്ല. കാരണം
അവിടെ നമ്മളുടെ സ്കില്ലിനാണ് വാല്യൂ ഉള്ളത്. കൂടുതലും പേഷ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാഫായിട്ടുള്ള ഇൻട്രാക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും അവിടെ ജെൻഡർ ബേസ്ഡിലല്ല ജോബ് റോൾസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആൺകുട്ടികളുടെ കോഴ്സ് പെൺകുട്ടികളുടെ കോഴ്സ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ സ്കിൽ അതിനനുസരിച്ച് ആ ഒരു പെർട്ടിക്കുലർ ജോബ് റോളിന് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. മാം, എന്താണ് NABH അക്രഡിറ്റേഷൻ? നമ്മൾ നോർമലി ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോൾ ദിസ് ഹോസ്പിറ്റൽ ഈസ് ഫുള്ളി അക്രഡിറ്റഡ് അല്ലെങ്കിൽ NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്നൊക്കെ കാണാറുണ്ട്. മിക്കവരും ചോദിക്കുന്ന കേസാണ് എന്താണ് ഈ NABH അല്ലെങ്കിൽ JCI എന്നുള്ളത്. NAC അക്രഡിറ്റേഷൻ എന്താ ഒന്ന് പറയാമോ? എന്താ NAC അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജസിനാണ് നോർമലി നമ്മൾ NAC അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു NAC അക്രഡിറ്റഡ് കോളേജും NAC അക്രഡിറ്റേഷൻ ഇല്ലാത്ത കോളേജും തമ്മിലുള്ള ഡിഫറൻസ് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? ക്വാളിറ്റി ഓഫ് അവരുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ NABH വരുന്നത്. NABH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ പേഷ്യൻ്റ് കെയർ നന്നായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ്സ് പോളിസീസ് എല്ലാം NABH അക്രഡിറ്റഡ് പോളിസീസാണ് അവർ ഫോളോ ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു എക്സ്റ്റേണൽ അതോറിറ്റി, അതായത് എക്സ്റ്റേണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് NABH എന്ന് പറയുന്നത്. അവർ ഒരു കുറച്ച് അസസ്മെൻറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഹോസ്പിറ്റലിന് കൊടുക്കുന്ന ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒരു അംഗീകാരമാണ് ഈ ഒരു NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മെയിൻലി ഒരു NABH അല്ലെങ്കിൽ അക്രഡിറ്റഡ് ഹോസ്പിറ്റലും നോൺ അക്രഡിറ്റഡ് ഹോസ്പിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോൾ അവിടെ ക്വാളിറ്റി ഓഫ് കെയർ നമുക്ക് ഒരിക്കലും ഈ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിനെ വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. പ്രോപ്പറായിട്ടുള്ള പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഇവർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അഷ്വേർഡ് ആയിരിക്കും അക്രഡിറ്റഡ് ഹോസ്പിറ്റലാകുമ്പോൾ. അതുപോലെ തന്നെയാണ് JCI എന്ന് പറയുന്ന അക്രഡിറ്റേഷൻ. അത് ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷനാണ്. NABH നമ്മുടെ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ആണെങ്കിൽ JCI ഒരു ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷനാണ്. അതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ നോർമലി NABH വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ JCI കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് പോലെയുള്ളവരായിരിക്കും JCI അക്രഡിറ്റേഷന് പോകുന്നത്. മാം, അതുപോലെ കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ്, പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ അബ്രോഡ് ജോബ് കിട്ടുമോ എന്നുള്ളത്. ആക്ച്വലി അബ്രോഡ് ജോലി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെക്ടറിൽ അവർ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നതാണ് എക്സ്പീരിയൻസ്. നമുക്കപ്പോൾ ഒരു 2 to 3 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അബ്രോഡ് ഇതിനൊരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുക. എക്സ്പീരിയൻസ് അവിടെ ഏറ്റവും റിലവൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. അതുകൊണ്ട് പഠിച്ചിറങ്ങിയ ഉടനെ നമുക്ക് അബ്രോഡ് ജോബ് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. മാം, അതുപോലെ മിക്കവരും ചോദിക്കാറുണ്ട് PRO ആവണം എന്നുള്ളത്. സോ ഒരു PRO ആവണമെങ്കിൽ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ, അല്ല നമ്മൾ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഒരു PRO ആവാൻ പറ്റുമോ? PRO എന്ന് പറഞ്ഞാൽ തന്നെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്. നമ്മളുടെ ഹോസ്പിറ്റലും ഒരു എക്സ്റ്റേണൽ വേൾഡുമായിട്ടുള്ളൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ചില ഹോസ്പിറ്റൽസ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ മറ്റു ചില ഹോസ്പിറ്റൽസ് പക്ക അവരുടെ ഒരു സ്കിൽസ് അല്ലെങ്കിൽ അവരുടെ ഒരു എബിലിറ്റീസാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷറിനാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അതൊരു PRO ടോപ്പ് PRO ആയിട്ടായിരിക്കില്ല. PRO ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രെയിനിയോ അല്ലെങ്കിൽ ആ ഒരു PRO ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഡെസിഗ്നേഷൻസ് ആയിരിക്കും. പിന്നെ PRO ആവുക എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്ന് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് PRO ആവണം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ റിസ്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ പബ്ലിക് റിലേഷൻസുകാർ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ലീഡർഷിപ്പ് സ്കിൽസ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയതിന് ശേഷം മാത്രമേ ഈ ഒരു ഡെസിഗ്നേഷനിലേക്ക് നമ്മളൊരു മാച്ചിങ് പ്രൊഫൈൽ ആവുള്ളൂ എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും. മാം, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ജെറിയാട്രിക്കും തമ്മിലുള്ളൊരു വ്യത്യാസം? ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ജെറിയാട്രിക് എന്ന് പറഞ്ഞാൽ 60 above ഉള്ള, അതായത് നമ്മുടെ ഒരു സീനിയർ സിറ്റിസൺസിനൊക്കെ വേണ്ടി മാത്രമുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം എബ്രോഡിലൊക്കെ ഇങ്ങനെ എൽഡർലി കെയറിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പം ആ ഒരു എൽഡർലി കെയറിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കാണ് ഈ ഒരു ജെറിയാട്രിക്സ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ മുൻപ് പറഞ്ഞ പോലെ മെഡിക്കൽ ഒരു ഏരിയ ആയിട്ട് ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് കെയറിൽ ഒരിക്കലും ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇവർക്കില്ല.
അതുകൊണ്ട് ജെറിയാട്രിക്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാം, ഈ ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ +2 സയൻസ് സ്ട്രീം എന്നുണ്ടായിരിക്കണോ, അല്ലെങ്കിൽ ഏത് സ്ട്രീം പഠിച്ച കുട്ടികൾക്കും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും? ഓക്കെ, ഇത് ഏതൊരു സ്ട്രീമിൽ പഠിച്ചവർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. കാരണം ഒരു ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിൽ കൊമേഴ്സ് പേപ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു BHA അല്ലെങ്കിൽ MHA പോകുന്ന ഒരാളാണെങ്കിൽ അതിനകത്ത് സയൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ പല സ്ട്രീംസിൽ നിന്നുള്ള കോമ്പിനേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നൊരു സ്ട്രീമിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഏതൊരു സ്ട്രീമിൽ പഠിച്ച വ്യക്തിക്കും വരാവുന്ന ഒരു ഏരിയ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുക്കാൻ വേണ്ടി വരുന്നൊരു കുട്ടി എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്യേണ്ടത്? ആ ഒരു കോഴ്സ് ചിലപ്പം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഡ്രോപ്പ് ചെയ്ത് പോവാം, എനിക്ക് പറ്റിയ ഒരു കോഴ്സ് അല്ല എന്നൊരു ചിന്തപ്പാട് വരാം. സോ എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു കോഴ്സ് എടുക്കുമ്പം നോക്കേണ്ട കാര്യങ്ങൾ? മെയിനായിട്ട് നമുക്കൊരു ഹോസ്പിറ്റൽ എന്താണെന്നുള്ള ഒരു ഐഡിയ ആർക്കും തന്നെ ഇല്ല. നമുക്ക് പുറമേ നിന്ന് കാണുന്നതല്ല അതിൻ്റെ അകത്ത് നടക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട്. പിന്നെ വേണ്ടതാണ്, പല തരത്തിലുള്ള ആളുകളായിരിക്കും അവിടെ വരുന്നത്. നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും നമ്മളുടെ പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവരെന്തായാലും ഡെവലപ്പ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഒരു വർക്ക് പ്രഷറിൽ വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു സെക്ടറിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ആളുകൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ള ആ ഒരു സ്ട്രെസ്സ് ഒക്കെ നമ്മൾ എന്താ പറയുക ഒന്ന് മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ഈ കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുറച്ച് കുട്ടികൾ ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല, അത് ജോലിനെ ബാധിക്കുമോ എന്നുള്ളത്. ആക്ച്വലി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കേരളത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്ര മാൻഡേറ്ററി അല്ല. ഇപ്പോൾ ഫോറിൻ പേഷ്യൻസ് ആയിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ലാംഗ്വേജ് വേണം. അതല്ല നേരെ മറിച്ചൊരു PRO അല്ലെങ്കിൽ GRE ഗസ്റ്റ് റിലേഷൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഷയിൽ തന്നെ കറക്റ്റായിട്ട് അത് കൺവേ ചെയ്യാനുള്ള ഒരു കഴിവ് അവർ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതിയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ +2 ഡിഗ്രി പല സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, പല ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആയിരിക്കും. സോ അവർക്കൊക്കെ എങ്ങനെയാണ് +2 കഴിഞ്ഞ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുക്കുമ്പം അവർക്ക് വേറെ ഡിഗ്രി അങ്ങനെയൊക്കെ ഉള്ളത് വേണം എന്നുണ്ടോ, അല്ലെങ്കിൽ +2 തന്നെ ഇനഫ് ആണോ ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട്? നമുക്ക് കോഴ്സ് പഠിക്കാനായിട്ട് +2 ഉണ്ടെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിലും പറ്റും. പക്ഷെ ഒരു കരിയർ ഗ്രോത്ത് മുന്നിൽ കാണുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ജോലിക്ക് കയറുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്ക് കയറുന്നതിന് മുമ്പായിട്ടോ ഒരു ഡിസ്റ്റൻസ് ഗ്രാജുവേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ നിന്ന് അവരൊരു 4 വർഷമൊക്കെ കഴിയുമ്പോൾ മാനേജർ പോസ്റ്റിലേക്കൊക്കെ പോകണമെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് ഈ ഒരു +2 കൊണ്ട് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്കൊരു ഡിഗ്രി ബേസിക്കായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ പൊതുവെ കുട്ടികൾ ചോദിക്കാറുണ്ട് ഇൻറ്റേൺഷിപ്പ് വേണം എന്നുള്ളത്. എന്താണ് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻറ്റേൺഷിപ്പ് കൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമുക്ക് അവരുടെ ആ ഒരു എക്സിക്യൂട്ടീവ്സിൻ്റെ കൂടെ നടന്ന് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ജോലി എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് കിട്ടുന്നതാണ് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കേസിൽ ഇൻറ്റേൺഷിപ്പ് ഒരിക്കലും മാൻഡേറ്ററി അല്ല, അത് അവരുടെ ഒരു ചോയ്സാണ്. ഇവർക്ക് ഇൻറ്റേൺഷിപ്പ് വേണം എന്ന് വെച്ചാൽ ചെയ്യാം, അതല്ല ഡയറക്റ്റ് ഒരു ജോലിയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവും. ഓക്കെ. സോ ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് മാക്സിമം കിട്ടാനിരിക്കുന്ന ഡെസിഗ്നേഷൻ എന്താണ്? +2 കഴിഞ്ഞ ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് നമുക്കൊരു ബേസിക് ലെവലിലുള്ള ജോലിയാണ് അഷ്വർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ക്വാളിഫിക്കേഷനേക്കാളും ഈ ഒരു ഹോസ്പിറ്റൽ എന്താണ് അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് എന്താണെന്ന് ആൾക്ക് എന്തായാലും ഒരു ഐഡിയ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബേസിക് ലെവൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് ലെവലൊക്കെ ആയിരിക്കും നമ്മളൊരു കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ബേസിക് ലെവൽ ജോബ്സ്. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1 ഇയർ 6 മന്ത് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു +2 കഴിഞ്ഞ് വരുന്നൊരു കുട്ടിക്കും ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടിക്കും ഏതായിരിക്കും ചൂസ് ചെയ്യാൻ പറ്റുക? എപ്പോഴും നമ്മൾ 1 ഇയർ കോഴ്സാണ് പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഹോസ്പിറ്റലിൻ്റെ മിക്ക ഹോസ്പിറ്റലിൻ്റെയും HR പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു 1 ഇയർ ഡിപ്ലോമ കോഴ്സസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക 1 ഇയർ ഡിപ്ലോമ കോഴ്സസ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പം കൂടുതലും തിയറി സൈഡാണോ ഇല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൈഡാണോ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ
ആ ഒരു പെർട്ടിക്കുലർ ജോബ് റോളിൽ വരുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിലബസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അതിൻ്റെ ഫോർമാറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതിനെയൊക്കെ കവർ ചെയ്യുന്ന ഒരു സിലബസ് ആയിരിക്കണം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നാളെ നമ്മളൊരു അക്കൗണ്ടിങ് മേഖലകളിലാണ് ഒരു ജോബ് വരുന്നതെങ്കിൽ, ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതെങ്കിൽ അതിന് വേണ്ടുന്ന സോഫ്റ്റ്വെയർസിലാണോ, അതും ഇൻക്ലൂഡഡ് ആണോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്? ഇപ്പോൾ സാപ്പ്, ടാലി പോലെയുള്ള സർട്ടിഫിക്കേഷൻസും കൂടി ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നവർക്ക് ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മളുടെ അടുത്തേക്ക് വരുന്ന പിള്ളേർ +2 കഴിഞ്ഞ് 18 വയസ്സുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ കുറച്ചും കൂടി അവരുടെ പ്രൊമോഷനോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് വരും. സോ അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ ഈ ഒരു കോഴ്സ് എടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ നാളെ ഫ്യൂച്ചറിൽ അവർക്കൊരു ജോബ് കിട്ടണമെങ്കിൽ ഇത്ര ഏജ് ലിമിറ്റ് എന്നുള്ളൊരു ബാറുണ്ടോ? അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് എവിടെയും പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ PGക്കൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സൊക്കെ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ട് ഇനി അവർക്കൊരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ PG എടുക്കുന്നവരുണ്ട്. ഇപ്പം നോർമലി അതിനകത്തൊക്കെ ഒരു 50 വയസ്സ് അല്ലെങ്കിൽ അത്രയും ഏജ് ഉള്ളവർ വരെ പഠിക്കുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് ഇതിനൊരു ഏജ് ലിമിറ്റേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമുക്കൊരു ഫ്രഷറിനാണെങ്കിലും എത്രയായിരിക്കും ഒരു സ്റ്റാർട്ടിങ് സാലറി, പിന്നെ ഒരു ഹയസ്റ്റ് സാലറി എത്രയായിരിക്കും? ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ബേസിക് ലെവൽ ജോബായിരിക്കും ഇവർക്ക് ആദ്യം കിട്ടാനുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ആ ഒരു ബേസിക് ലെവൽ ജോബിനുള്ള പേയ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഒരു 8,000 to 20,000 അത് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പോളിസിയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇവരുടെ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടോപ്പ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇപ്പോൾ ഏറ്റവും ഹോസ്പിറ്റലിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു 10 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു പോസ്റ്റിൽ എത്തിയിട്ടുണ്ടാവുക. അറൗണ്ട് ഒരു 5 lakhs മുകളിലൊക്കെ സാലറി വാങ്ങുന്നവരുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് തന്നെ. ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഇത്രയും ഇൻഫോർമേഷൻസ് തന്നതിനും പിന്നെ നമുക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് താങ്ക് യു. ഇനി ഈ കോഴ്സിനെ കുറിച്ച് മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.